1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അത് വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. ബുധനും ശുക്രനും സൂര്യനും ഒരുമിച്ചൊരു രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് വളരെ എളുപ്പമായിരിക്കും. അതായത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെയും അത് കൂടാണ്ട് അവരുടെ പരിചയസമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് വേഗം ജോലി കിട്ടുന്നതാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടും ജോലി. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം ദോഷകരമായി ഈ കൂറുകാരെ ബാധിക്കുന്നില്ല, വൃശ്ചികക്കൂറുകാരെ ബാധിക്കുന്നില്ല. ഗുണങ്ങളെ അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ദൈവാധീനം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ കുംഭമാസത്തിൽ. ദൈവാധീനമുള്ളൊരു സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. ശ്രീ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയോ മുരുക ഭഗവാനെ പൂജിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. ധാരാളം ഗുണങ്ങൾ ലഭിക്കും. ധനലാഭം ഉണ്ടാകും. ശത്രുക്കൾക്ക് നാശമുണ്ടാകും. നിങ്ങളെക്കൊണ്ട് ബന്ധുക്കൾക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കും. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. ഉറ്റമിത്രങ്ങളുടെ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഉദ്യോഗസ്ഥനോ പൊതുപ്രവർത്തകനോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തിനും ഏതിനും തടസ്സം ഉണ്ടായിക്കൊണ്ടിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. ധനം എങ്ങനെ പാഴായി പോകുന്നു എന്ന് ആ ഇടം കണ്ടുപിടിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ധനം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശിയിലാകയാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയ്ക്ക് ചില രോഗങ്ങൾ വരുന്നതിന്, മാതാവിന് ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. വാഹന അപകടം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വണ്ടികളൊക്കെ ഓടിക്കുക. 18 വയസ്സിന് താഴെയുള്ളവർ വാഹനം ഓടിക്കുന്നത് കുറയ്ക്കുക, നിയന്ത്രിക്കുക. മുതിർന്നവരും ട്രാഫിക് നിയമം ലംഘിക്കാതിരിക്കുക. നിയന്ത്രണമായ വേഗതയിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. കാരണം അപകടമുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ വീട് മാറുന്നതിന് ഇപ്പം ഒരു സാധ്യതയുണ്ട്. ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറിപ്പോകുന്നതിന് സാധ്യത കാണുന്നു. പിന്നെ ബന്ധുക്കളുടെ വിരോധങ്ങൾ ഒരിക്കലും സമ്പാദിക്കൽ, അവരെ നമ്മൾ അവഗണിക്കുകയൊന്നും ചെയ്യരുത്. ചില പോലീസ് പരാതികൾ, കേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അശ്രദ്ധ മൂലമേ ഉണ്ടാകൂ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഓരോ നക്ഷത്രത്തിൻ്റെയും വയസ്സിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ പല ഐശ്വര്യങ്ങളും വരും, സമ്പത്ത് വരും. വീട് പിന്നെ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കുടുംബത്തിൻ്റെ ഓഹരി ചിലപ്പം വീട് ലഭിക്കാം. ബന്ധുക്കളുടെയൊക്കെ മറ്റ് സഹായങ്ങളുണ്ടാകാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നോ എന്ന് തോന്നാം. കൂട്ടുകെട്ടുകൾ മോശമെങ്കിൽ പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും അവസാനത്തെ 4 വർഷങ്ങൾ, 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആ 4 വർഷങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകാൻ സാധിക്കും. ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. അതുപോലെ കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുത്തരുത്. കാരണം പെട്ടെന്നൊരു തൊഴിൽ കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ പോകും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് ഉയർച്ചകൾ, സാമ്പത്തികപരമായിട്ട് അല്ലാതെയും ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം നടത്താൻ സാധിക്കും. കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം. അതുപോലെ സ്വന്തമായി വീട്, വാഹനം എന്നിവ വാങ്ങാനും അതുപോലെ തോട്ടങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. അതുപോലെ ധനധാന്യ സമൃദ്ധിയും എല്ലാം ഉണ്ടാകും. അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ശല്യങ്ങൾ ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ലഭിച്ച തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നതിന് വളരെ അവസരമുള്ള ഒരു സമയമാണ്. അതിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാം. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനനേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ധനാഠ്യനാകേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നതും ഈ സമയത്ത് പൊതുവെ ഗുണകരമായിരിക്കും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ മാറി
വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കാം. പുതിയ വീട്, പുതിയ വാഹനം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ വാങ്ങുന്നതിനും എല്ലാത്തിനും സാധിക്കുന്നു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് സാധിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ട് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ അവർക്ക് വരാം. ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളല്ല, ചെറിയ രീതിയിൽ. പക്ഷെ അതൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതിനാൽ അതൊന്നും ഒരു കുഴപ്പത്തിലേക്ക് വരുന്നില്ല. അതുപോലെ വീഴാണ്ട് ശ്രദ്ധിക്കുക. ഒടിച്ചിലും ചതച്ചിലും ഒന്നും ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാർക്കുള്ളതാണ്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് വേറെ ദേശത്തേക്ക് പോയി താമസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില അസുഖങ്ങൾ വന്നേക്കാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരാം. അതുപോലെ പല രീതിയിലും ഉള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാം. ആ ഒരു പ്രായം ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ലഭിച്ചുകൊണ്ട് അവർക്കൊരു സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നു. ഒരു പക്വത ലഭിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നേടാൻ അവർക്ക് ഭാഗ്യമുണ്ട്. അതുവഴി അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഒരു പദവിയുള്ള ജോലി അവർക്ക് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനലാഭം ധാരാളമായി പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവയെല്ലാം വാങ്ങുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. ചില രോഗങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ ചില കലഹങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഈഗോ പോലുള്ള ഒരു ഉണ്ടായിട്ടാണ് ഒരു വേർപിരിയാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ധനം ലഭിക്കുമെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ധാരാളം ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഒരു അച്ചടക്കം പാലിക്കുക. സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക. ചെലവുകൾ കാരണം ധനം തികയാണ്ട് വരാം എന്നുള്ളൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് അച്ചടക്കം നല്ലതായിരിക്കും. സാമ്പത്തിക അച്ചടക്കം. ചില രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. ധാരാളം സമ്പത്തുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ലഭ്യമാകും. ഒരു പക്ഷേ ഒരു ദേശത്തിൻ്റെ ഭരണാധികാരിയാകാനും ഇവർക്ക് സാധിക്കും. അതുപോലെ അവർക്ക് നേരത്തുള്ള വിവാഹം അവർക്ക് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പുനർവിവാഹം കഴിക്കാനും ഈ സമയത്തേക്ക് അവർക്ക് സമയമുണ്ട്. അതുപോലെ തന്നെ കണ്ണിലും ഉദരത്തിലൊക്കെ ചെറിയ രോഗങ്ങൾ വരുന്നത് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ചെറിയ രോഗങ്ങളാണ്, വലിയ രോഗങ്ങളൊന്നുമല്ല. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഇത്തിരി ധനനാശവും ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അന്യദേശവാസം കാണുന്നു. വേണ്ടപ്പെട്ടവർ മരിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആഭിചാര ക്രിയകളിൽ നിന്ന് ഒരു ഭയം ജനിക്കാം. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ധനത്തിന് ഒരു കുറവും വരാതെ ധനം ലഭിച്ചുകൊണ്ടിരിക്കും. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം ലഭിക്കാം. പുതിയ വീടുകളുമൊക്കെ വാങ്ങാൻ അവർക്ക് സാധിക്കും. അവർക്ക് യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാർഷിക മേഖലയിൽ നിന്നും നല്ലൊരു ലാഭം അവർക്ക് പ്രതീക്ഷിക്കാം. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ശസ്ത്രക്രിയകൾ നടത്തേണ്ടതായിട്ടുള്ളൊരു സന്ദർഭം കാണുന്നുണ്ട്. അത് ഒടിവ്, ചതവ്, മുറിവ്, അതായത് വീഴ്ചയിലുണ്ടാകുന്ന ഒരു ഒടിവ്, ചതവ് മൂലം ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വീഴാതെ ശ്രദ്ധിക്കുക. ധനവും ധാരാളം കിട്ടും. എങ്കിലും അതുപോലെ ചെലവ് വരേണ്ട ഒരു സമയമാണ്. രക്തത്തിൽ ചില അണുബാധയും പിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ദോഷങ്ങളും ഉണ്ടാകാം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കാം. അവർ വേണ്ടുന്ന രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം അവർ ചെയ്തു തരും. മനസ്സന്തോഷം ലഭിക്കും. പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഈ ബന്ധുക്കളെ കൊണ്ട് ലഭിക്കാം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ചെറിയ ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ധനത്തിനും ഐശ്വര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു കോട്ടം വരാം. സംഭവിക്കാൻ പാടില്ലാത്ത പലതും പല അനർത്ഥങ്ങളും സംഭവിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. മരണതുല്യമായ പല വിപത്തുകളും വന്നു ചേർക്കപ്പെടാം. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ വേർപാടും ദുഃഖങ്ങളുണ്ടാക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ, മനസ്സിൽ വിചാരിക്കുന്നത് പോലെ നടന്നു കിട്ടാം. വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാണ്ട് നടന്നു കിട്ടുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനും ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നു.
പ്രതീക്ഷിച്ചതിനും അപ്പുറം നല്ലൊരു ജോലി അവർക്ക് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഉന്നത തലത്തിൽ നിന്ന് ഇവർക്ക്, അധികാരത്തിൽ നിന്ന് ഇവർക്ക് വിചാരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും അവർക്ക്, പരിഗണനയൊക്കെ അവർക്ക് ലഭിക്കുന്നു. അപ്രതീക്ഷിതമായി ഒരു വലിയ ഒരു വിശേഷാൽ വിരുന്നു സൽക്കാരങ്ങൾ ഇവർക്ക് പങ്കെടുക്കാനൊരു അവസരം ലഭിക്കുകയാൽ, അവർക്ക് ക്ഷണം ലഭിക്കുകയാൽ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നു. പദവിയും സമ്പത്തും ഐശ്വര്യങ്ങളും അതുമൂലം ലഭിക്കുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വന്നു ചേരാം. ധനത്തിന് ചെലവ് വരാം. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അത് തൊഴിലിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉറ്റ ബന്ധുവോ മിത്രമോ മരണപ്പെടാനും ഈ സമയം ഒരു സാധ്യത കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെയുള്ള അനുഭവിച്ച ചില ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു മാറി സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പദവി ലഭിക്കും. ആഡംബരമായ ഒരു ജീവിതവും അവർക്ക് ലഭിക്കും. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കാൻ സാധ്യത. ഇൻകം ടാക്സ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നോട്ടീസുകൾ ലഭിക്കാം. അതിനൊക്കെ മറുപടി കൊടുത്താൽ മതിയാവും. അശ്രദ്ധ കാണിക്കരുത്. കാണിച്ചാൽ ജയിൽവാസം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോഷ്ടാക്കളിൽ നിന്നും നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകാം. മോഷ്ടാക്കൾ നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ അപഹരിച്ചുകൊണ്ട് പോകുന്നതിന് സാധ്യത കാണുന്നു. അതുകൊണ്ട് അതെല്ലാം വളരെ സൂക്ഷിച്ച് വയ്ക്കുക. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധയും ബുദ്ധിമോശവും വന്നതിനാൽ, ഇപ്പോൾ നേരത്തെ അശ്രദ്ധ മൂലം പല രീതിയിലും നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്താപം അവർക്ക് ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സകലത്തിനോടും ഒരു വെറുപ്പും ഒക്കെ വരാം. ചെറിയ അസുഖങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.